എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സിനിമ പോസ്റ്റർ ഇറങ്ങിയത് ഇതാണ്. ഇതാണോ? അതെ അതെ അതെ. അടിപൊളി. കാര്യം ഇതിന്റെ ഡയറക്ടർ ബിനു, ഇതിനകത്ത് എനിക്കൊരു ഞാൻ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമെന്ന്. കാര്യം ഇതിനകത്ത് ഈ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ എനിക്ക് ഈ ഷൂട്ടിൻ്റെ ഞാൻ തൃപ്പൂണിത്തുറയിൽ ഇതിൻ്റെ ഷൂട്ട് ചെയ്യുന്ന മോതിരം അടിച്ചു മാറ്റുന്ന ഒരു പാലസിൽ നിന്ന് മോതിരം അടിച്ചിട്ട് മതിൽ ചാടി വരുന്ന സീനാണ് എടുക്കുന്നത്. രാത്രി തൃപ്പൂണിത്തുറ ഷൂട്ട് നടക്കുന്നു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ വൈഫിനെ അടിച്ചുകൊണ്ട് വരികയാണ്. തലേ ദിവസം ഇവിടെ തൃപ്പൂണിത്തുറ ഷൂട്ട്. അന്ന് എനിക്ക് ബാധുക്കയാണ് പിന്നെ ഷർട്ടും മുണ്ടും എടുത്തു തരുന്നത് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടോണ്ട് പോയി വിളിച്ചോണ്ട് വന്നു. പിന്നെ വീട്ടുകാരുമായിട്ടും വലിയ ബന്ധമല്ല, വൈഫിൻ്റെ വീട്ടുകാരൊക്കെ പിണങ്ങിയിരിക്കുകയല്ലേ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു ഈ ഷൂട്ട് ഇടയ്ക്ക് വെച്ച് മുടങ്ങിയിട്ട് കുറേ കഴിഞ്ഞിട്ട് അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കണം. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് എൻ്റെ ഒരു സീനുണ്ട്. ഇതിനകത്ത് എന്നെ കെട്ടിയിട്ടിട്ട് വായിക്കകത്ത് തുണി തിരിഞ്ഞു വെച്ചേക്കുന്ന ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം കുറേ നാളിന് ശേഷം ഒരു മാസത്തിന് ശേഷം എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് വൈഫിൻ്റെ അപ്പാപ്പൻ എൻ്റെ വീട്ടിൽ തിരക്കി വരികയാണ്. വൈഫിൻ്റെ അടുത്ത് വന്നു, എന്നെ ചോദിച്ചു. പറഞ്ഞു എറണാകുളത്താണെന്ന് പറഞ്ഞു. ശരി, അവൻ്റെ നമ്പർ ഇങ്ങോട്ട്, ഞാൻ വിളിക്കാം. അങ്ങനെ ഞാൻ മേക്കപ്പ് മാൻ്റെ എൻ്റെ ഫോൺ കൊടുത്തേക്കാണ്. വിളിച്ചു, നോബി. അപ്പം ഇവ എടുത്തിട്ട് പുള്ളി കെട്ടിയിട്ടേക്കാണല്ലോ. എന്താ? അല്ല, കെട്ടിയിട്ടേ ഒന്നും കൊടുക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, പുള്ളിയുടെ വായിൽ തുണി തിരുമ്മി വെച്ച്. ഇയാൾ വിചാരിച്ചേ ഞാൻ എന്തോ വലിയ കൊട്ടേഷൻ സംഘത്തിലാണ് എന്നെ കെട്ടിയിട്ട് തുണി തിരികെ വെച്ചു. നമ്മുടെ മധുരരാജയുടെ ഓഡിയോ ലോഞ്ചിന് ഇവിടെ ഹോട്ടലിൽ ഇരുന്നിട്ട് കഥ പറയണം. രമേശ് അണ്ണൻ്റെ കയ്യിൽ സ്റ്റോക്ക് കഥകൾ കൂമ്പാരമാണല്ലോ. അപ്പോൾ ഈ കഥ പറയാൻ ഏറ്റവും കൂടുതൽ ഈ കൂട്ടുകാർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് പിടിച്ച് കഥ പറയും. അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രമേശ് അണ്ണൻ ഒരു കഥ പറയുന്നു, അടുത്താളൊരു കഥ പറയുന്നു, ഞാനൊരു കഥ പറയുന്നു. ചിരി, ഭയങ്കര ചിരി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബൈജു എഴുതുന്നുണ്ടായിരുന്നു, പുള്ളി ആ പടത്തിലുണ്ടായിരുന്നു. അപ്പം ഫുഡ് കഴിക്കുന്നുണ്ട് അവിടെ. അപ്പം ഇതിൻ്റെ പ്രൊഡ്യൂസർ നെൽസൺ ചേട്ടനുണ്ട്. നെൽസൺ ചേട്ടനും അവിടെ ഇരിക്കുന്നുണ്ട്. കാര്യം പുള്ളി മധുരരാജ് മമ്മൂക്ക പടം ഇത്രയും കോടി മുടക്കിയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും മുടക്കി പിറ്റേന്ന് പടം റിലീസാണ്. പുള്ളിക്ക് ആഗ്രഹമില്ല എൻ്റെ പടം ഒന്ന് കാണണമെന്ന് പറഞ്ഞ് പുള്ളിയൊക്കെ ഇരിക്കണം. അപ്പം ഇവിടെ കോമഡി പറഞ്ഞു കൊടുക്കും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ബൈജു എഴുതുന്ന എന്തോ ഒരു കോമഡി പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ കോമഡികൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. ലാസ്റ്റ് ദേഷ്യം കൊണ്ട് മറ്റേ ഇതില്ലേ നമ്മുടെ കഴിക്കുന്ന ഫോർക്ക് എടുത്തൊരു ഒറ്റ എറി തറയിൽ ടൈൽസിൽ ഇടിച്ചിട്ട് ഈ ഫോർക്ക് ഇങ്ങനെ പോവുകയാണ് റൂമിൽ കൂടെ. ഞാൻ നോക്കുമ്പോൾ ഇത്രയും കോടി മുടക്കി പിറ്റേന്ന് റിലീസിന് പടം കാണുന്ന നെൽസൺ ചേട്ടൻ്റെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കൂടെ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് എഴുതുന്ന വൈജുകൊണ്ട് അറിയാലോ, സിനിമയിൽ വില്ലനാണ്. പിന്നെ എന്ത് പറ്റി വൈജു എന്ന് ഓരോരുത്തർ ചോദിച്ചാൽ പുള്ളിയാണ് ഞാൻ ഒരു കോമഡി പറയാൻ വന്നാണ് മറന്നുപോയെന്ന്. ഈ കഥയുടെ പൂർണ്ണ ഉത്തരവാദിത്തം നോബിക്കായിരിക്കും. ബൈജു എഴുവിന്റെ ചേട്ടനിൽ നിന്നുണ്ടാകുന്ന ഏത് പ്രത്യാഘാതവും നോബി സ്വയം ഏറ്റുവാങ്ങേണ്ടതാകുന്നു.